ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു കൊച്ചു ദ്വീപിലേക്കാണ്. ഏതാ ദ്വീപ് എന്നറിയാവോ? അതാണ് നമ്മുടെ ലാ പെറോസ് ഐലൻഡ്. ഈ ഐലൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ സിഡ്നീസ് മോസ്റ്റ് സ്റ്റണ്ണിങ് കോസ്റ്റൽ ജെംസ്. ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ശരിക്കും ഈ ഹിസ്റ്റോറിക് ആയിട്ടുള്ള വുഡൻ ബ്രിഡ്ജിലൂടെ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സീ ബ്രീസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ താഴെ നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ താഴെ സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് അലയടിക്കുന്ന നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. പിന്നെ ഈ ഐലൻഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ഈ പിക്ചേഴ്സിൽ നിന്നൊക്കെ തന്നെ മനസ്സിലായി കാണും, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ലാൻഡ്സ്കേപ്പാണ്. ഈ റോക്കി ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺ കാണാൻ പറ്റും. ഇത് ഒക്കെ നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്തതാണ്. നമ്മളൊന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓരോ റോക്ക് ഫോർമേഷനും ഓരോ ഷേപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സൺസെറ്റ് തന്നെയാണ്. ശരിക്കും നമുക്ക് കുറച്ച് നേരം തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ കുറച്ച് പീസ് ഓഫ് മൈൻഡ് വേണം, അല്ലെങ്കിൽ കുറച്ച് നേരം നമുക്ക് റിലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് സെൽഫായിട്ട് കുറച്ച് ടൈം വേണം എന്നൊക്കെ തോന്നുന്ന ടൈമിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ്. ശരിക്കും മൈൻഡ് നമ്മുടെ റിലാക്സ് ആവും അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന്. ശരിക്കും എന്താ അവിടെ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ കാണാനുള്ളൂ, പക്ഷേ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഈ ബിസി ആയിട്ടുള്ള സിറ്റി ലൈഫിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സൺസെറ്റ് കാണാൻ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ സ്കൈ ഒരു ചെറിയ ഗോൾഡ് കളറായിട്ട് മാറും. പിന്നെ നമുക്ക് ആ സൺ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫ്ലൈറ്റ് പോകുന്ന വ്യൂ ഉണ്ട്. അത് ഒരു പെർഫെക്റ്റ് ക്യാപ്ചറിങ് മൂമെൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഈ സൺസെറ്റ് എന്ന് പറയുന്നത് ട്രൂലി മാജിക്കലാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.